ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഒരു 3-4 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ മിനിഞ്ഞാന്ന് ഒരു ലൈവ് ഇട്ടു. പിന്നെ ഇന്നലെയൊക്കെ പാലക്കാട് ഒരു കല്യാണ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും പിന്നെ മറ്റവളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചൊക്കെ ചെയ്തതാ. പക്ഷെ എനിക്ക് ടൈം കിട്ടാത്തോണ്ട് അവിടെ പോയില്ല. ഇനി പറയാൻ പോകുന്നത് അപ്പം താത്താടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ആർക്കെങ്കിലും അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ മാറി നിന്നോ. കാരണം എന്താ അറിയോ, ഇത് പറയാൻ എനിക്കും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ പറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോൾ പറയാണ്ട് ഇരിക്കാനും വയ്യ. അതുകൊണ്ട് അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവര് മാറിക്കോ. പറയുന്ന എനിക്ക് ഇത്ര ചടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കുന്ന നിങ്ങൾക്ക് എത്ര ചടപ്പുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വിഷയത്തേക്ക് വരാം. ഇന്നലെ 37 ലൈവ് ഇട്ടിരുന്നു. എന്താ കാരണം എന്നറിയോ? ഉമ്മയോട് മാപ്പ് ചോദിക്കുന്നു. ഉമ്മയോട് ഞാൻ ചെയ്തു പോയത് വലിയൊരു തെറ്റാണ്. അപ്പോ ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ വലിയ 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 തെറ്റുകളാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പൊ വന്നു എന്നുള്ളത്. ആരടാ പറഞ്ഞു സാജി നന്നാവില്ല? എന്നിട്ട് വരും, ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ട് വരും. സാജി നന്നായത് കണ്ടില്ല ഞങ്ങൾക്ക്? ഇതാ പറഞ്ഞത്, നന്നാക്കിയാ നന്നാകാത്ത ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഫോണ് തുറേന്ന് വരിക മെസ്സേജ് അതിലപ്പുറം. എന്നാലും ഇജ്ജ് വേണ്ടി വന്നിട്ടോ ഓളെന്ന് ഒതുക്കാൻ. ഇങ്ങനത്തെ ഒരു സാധ്യതയാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു കാരണവശാലും ഉമ്മാക്ക് പോലും തോറ്റു കൊടുക്കാൻ കഴിയൂല എന്ന് ഉറച്ച വിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയും നടന്നിരുന്ന ഒരാളായിരുന്നു ഇവള്. ആരെ കണ്ടാലും നെഞ്ഞത്തേക്ക് കയറുക. ഇവളുടെ ചാനലായിരുന്നു എല്ലാം, ദുനിയാവിന്റെ എല്ലാം ഇവളുടെ ചാനലാണെന്ന് ഇവള് സ്വയം വിചാരിച്ച് നടന്നിരുന്ന സാജിദ ഇപ്പൊ മാപ്പ് പറയാൻ പഠിച്ചു. ആലോചിക്കണങ്ങളെ, മാപ്പ് പറയാൻ പഠിച്ചോളെ. ഞാൻ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇജ്ജ് എന്റെ ഉമ്മാനോടൊന്ന് മാപ്പ് പറ, അതിലൊന്ന് കേക്കട്ടെ എന്നുള്ളത്. അപ്പോ ഇന്നോള് മാനസാന്തരം വന്നിട്ട് ഓള് മാപ്പൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നല്ല ബേഡപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ മാപ്പ് പറഞ്ഞതിന്റെ പോലുള്ള അത് നമുക്ക് വഴിയേ കാണാം. എന്തായാലും ഇനിയിപ്പോ നിങ്ങക്ക് പറയാനുള്ള ഇനി എന്തോ ആയിക്കോട്ടെ, അവൾ അത് പറയാൻ കാണിച്ചില്ലേ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നല്ല കാര്യം, ഉമ്മാനോടല്ലേ. അതിപ്പോ ഇനി അവൾ എത്ര ഡ്രാമ കളിച്ചിട്ടാണെങ്കിലും എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവള് മാപ്പ് പറഞ്ഞോ, അതിന് ഷെരീഫ് വേണ്ടി വന്നില്ലേ? ആലോചിച്ച് നോക്കണം നിങ്ങള്. മാപ്പ് അത് ജയം പറയൂല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ കളിയാണിത്. അവൾക്ക് മാപ്പ് പറയാനും അറിയാം, അവൾക്ക് താകാനും അറിയാം, എല്ലാത്തിനും അറിയാം. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഒന്നും ഞാൻ ചെയ്യൂല എന്നുള്ളത് അവൾ സ്വയം വിചാരിച്ചിരുന്നത്. അവളെ പോലെ വക്കും മൂലും പൊട്ടിയ കുറച്ച് ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മാൻ അങ്ങനെ ഇട്ടപ്പോ പോലും, തുണിയില്ലാണ്ട് വീഡിയോ ഇട്ടപ്പോ പോലും അതിനടുത്ത് മാഷാ അല്ലാ സൂപ്പർ, എങ്ങനെ ഓളമ്മാടെ ഡ്രസ് അങ്ങനത്തെ വീഡിയോ ഇതിലിട്ടപ്പോഴും മാഷാ അല്ലാ സൂപ്പർ എന്ന് കമന്റ് അടിച്ചോണ്ട്. അപ്പോ അത്ര ആളുകളായിരുന്നു ഇവളുടെ ബലം. ഇപ്പൊ ആ ആളുകളും ഇല്ലാണ്ടേ ആയി. അതിന് കാരണം എന്താ അറിയോ? കുറച്ചൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്ക് ഞാൻ ചെയ്തിരിക്കണു. ഒരു നല്ല കാര്യത്തിനാവും കൊണ്ട് കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിരിക്കണു. അതായത് ഇതിന്റെ മെയിൻ റീസൺ എന്താ അറിയോ? വന്നുകൊണ്ടിരുന്ന വരുമാനം നിന്നു. 2, അവള് മണ്ണാർക്കാട് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. എങ്ങനെ? ഈ കുട്ടികളുടെ പേരിലും അവളുടെ ഭർത്താവ് മരിച്ചതിന്റെ പേരിലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവളേക്കാ മുമ്പ് എന്നെ അറിയുന്ന ആളുകളായിട്ടേ ഇവള് ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അത് കാരണം എന്തായോ അറിയോ? ഈ ഇവള് അവരുടെയും കൂടി സമ്മതമില്ലാതെ ഇവളെടുത്ത് ഇങ്ങനെ സെൽഫി എടുത്തിട്ട് ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇട്ട ആളുകൾ മുഴുവൻ ഇവളെ വിളിച്ചിട്ട്, മുഴുവൻ എന്ന് പറഞ്ഞാൽ പകുതിയിലേറെ ആളുകൾ ഇവളെ വിളിച്ചിട്ട് ഇത് റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്ക് അത് എന്റെ വീട്ടുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. കാരണം നിന്നെ അത്രയും വിശ്വാസമല്ല, നിന്നോട് താല്പര്യം ഇല്ല എന്നുള്ളത് അവരെന്നെ വിളിച്ച് പറഞ്ഞ് റിമൂവ് ചെയ്യിപ്പിക്കാൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഇവള് കൊടുക്കുന്ന മറുപടി എന്താ വെച്ചിട്ടാ പൂരത്തെറി. കാരണം ഇവൾക്ക് തന്നെ അറിയാം, ഇവളിങ്ങനെ ഓരോ ദിവസം സ്റ്റെപ്പ് താന്നും കൊണ്ട് പോവുകയാണ്. അപ്പോ അതിന്റെ ഇടയിൽ കൂടെ ഇതുപോലുള്ള അവോയ്ഡിങ്, അവൾക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഹൗസ് ഓണർ ഇറങ്ങാൻ പറയുന്നുണ്ട്, ഡ്രസ്സ് കട നടത്തി അവിടുന്ന് ഒഴിപ്പിച്ച് വിട്ടോന്നും പറഞ്ഞു. പിന്നെ എന്റെ കേസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് പോയിട്ടുള്ളത് ചൈൽഡ് ഹെൽക്കാണ്. ചൈൽഡ് ഹെൽത്ത് നിങ്ങൾക്ക് അറിയാലോ, കുട്ടികൾക്കെതിരെ എന്ത് അതിക്രമവും എന്ത് കാര്യം ഒരു വാക്കാലം ഉണ്ടായാലോ പോക്സോ കേസ് അങ്ങോട്ട് ചാർത്തിയിട്ട് 8ന്റെ പണി വരും. അതങ്ങനെ. പിന്നെ മാത്രല്ല, ഇവിടുത്തെ മണ്ണാർക്കാട്ടുകാര് ശരിക്കും ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാതാക്കി. അത് ഞാൻ ഓരോ ആളുകളായിട്ട് പോയിട്ട് ഇജ്ജ് അങ്ങനെ ഇജ്ജ് ഇങ്ങനെ പറയുന്നല്ല. പക്ഷെ ഷെരീഫ് എന്താണെന്നും സാജിദ് എന്താണെന്നുള്ളതും വ്യക്തമായ ബോധ്യം ജനങ്ങൾക്കുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവളെ എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങിയാലും
ചെവിക്കല്ല് അടിച്ചു പോണ മാതിരി തെറിയോ ആളുകൾ പറയാനുള്ളത്. എത്ര ആളുടെ മുമ്പിലുള്ള ലൈവ് കൊണ്ട് നടക്കും? ഈ വെറും ഒരു പെണ്ണാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഉള്ള ജീവിതം ജീവിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ പെണ്ണിന് ജീവിച്ചൂടെന്ന്? പെണ്ണിന് ജീവിക്കാം. പെണ്ണിന് എവിടെയും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. കാരണം എന്താ അറിയോ, പെണ്ണുങ്ങൾ മുമ്പോട്ട് വരുന്നേ വേണം. അത് അതിന്റെ മര്യാദയിലും എന്താ പറയാ, കുടുംബത്തിനായാലും നാട്ടുകാർക്കായാലും അവരുടെ ആങ്ങളമാർക്കായാലും അവരുടെ മാതാപിതാക്കൾക്കായാലും മറ്റുള്ളവരുടെ മുമ്പിൽ മാനക്കേട് ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു പെണ്ണിന് ഇറങ്ങി അധ്വാനിക്കുന്നത് കൊണ്ട് ഒരു തെറ്റും ഷെരീഫ് എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സുഹൈബത്തുൽ അസ്ലമിയ അല്ലെ? അവളെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കാണ്. എത്ര ആളുകൾ ഏതൊക്കെ തരത്തിൽ അവളെ ട്രോളി, എന്തൊക്കെ തരത്തിൽ അവള് ഒരു പെണ്ണ് അനുഭവിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അനുഭവിച്ചിട്ടുണ്ട്. അവളെ കരയിപ്പിച്ചിട്ടും കളിയാക്കിയിട്ടും എല്ലാം. ഞാൻ ഇന്ന് വരെ അവൾക്കെതിരെ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താ അറിയോ, അത് ഞാൻ ചെയ്യാന് എനിക്ക് എന്റെ മനസാക്ഷിയിൽ ഒരിക്കലും സമ്മതിക്കൂല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ചെയ്തിരുന്നു, എന്നിട്ടും ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവളുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കി. അവൾക്ക് എതിരെ ആരെന്ത് പറഞ്ഞാലും അവൾ വന്ന് കരഞ്ഞോണ്ടാ പറയാ, എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളത്. അവൾ ആരുടെ മുമ്പിലും കയ്യാട്ടാനോ പിരിവിനോ അവൾ പോയിട്ടില്ല. അവള് സ്വന്തമായിട്ട് ആദ്യം ആദ്യം പോയത് ഒരു ജോലിക്കാണ്. അവിടുന്ന് ആ ജോലിയിൽ നിൽക്കേ ഇവൾ ഈ ക്രീമിന്റെ പരിപാടി തുടങ്ങി. അവിടുന്ന് അവളുടെ പഴയ രൂപം, പുതിയ രൂപം, ഇപ്പോഴത്തെ ജീവിത ശൈലി എല്ലാം അവൾ തുറന്നു കാണിച്ചു. അതിലുപരി എനിക്ക് അവളോട് ഏറ്റവും വലിയ ബഹുമാനം തോന്നിയൊരു വിഷയം എന്താന്ന് ചോദിച്ചാല്, അവൾ ഗൾഫിൽ പോയി ഒന്ന് സെറ്റിൽ ആയോടുകൂടെ അവളുടെ 2 മക്കളെയും അവളുടെ ഉമ്മാനെയും കൊണ്ട് അവരുടെ കൂടെ നിർത്തി. അത് വലിയൊരു അറിവാണ്, വലിയൊരു പാഠമാണ്. നമ്മളെ എത്ര ഉയരങ്ങളിൽ എത്തിയാലും മാതാപിതാക്കളെ കൂടെ പിടിച്ചു നിർത്തുക എന്നുള്ളത്, അവരെ നമ്മളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത്, അത് വലിയൊരു പാഠാണ്. തന്നെ അതുകൊണ്ട് തന്നെ അവള് വെച്ചടി ഉയരത്തേക്കേ പോയിട്ടുള്ളൂ. നിങ്ങൾ അവളുടെ ഇപ്പോഴത്തെ സ്റ്റൈലും ഇപ്പോഴത്തെ രീതി ഒന്ന് നോക്കിയേ. മുമ്പാ കരഞ്ഞുകൊണ്ടിരുന്ന പെണ്ണാ, അപ്പൊ അവളുടെ ലെവൽ എന്താ വെച്ചിട്ടാ, അവൾ അവിടെ തന്നെ എത്ര മെർസിഡീസ് ബെൻസും BMW ഇതൊക്കെയാണ് അവള്. ഞാൻ അവളുടെ മഹിമ പറയാൻ വന്നതല്ല. പക്ഷെ പെണ്ണിന് ജീവിക്കാൻ പറ്റുമോ പറ്റൂലേ, പെണ്ണിനെ എത്ര ചവിട്ടി താഴ്ത്തിയാലും അവള് നേരിന്റെ പാതയിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. വലിയ ഉറപ്പുള്ള ഒരു പാറ, ആ പാറമേ കണ്ടിക്കണോ, നമ്മുടെ കൈകൊണ്ട് മുടിച്ചാൽ തെറിച്ചു പോകുന്ന പുല്ലുകള് ആ പാറയെ തുറന്നാണ് വേരുണ്ടാക്കി നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് സത്യം. എവിടെ ഉണ്ടോ, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ശരി, ആരെല്ലാം നമ്മളെ ബ്ലോക്ക് ചെയ്താലും തടുത്തു നിർത്തിയാലും നമ്മൾ നമ്മളുടെ യാത്രയും കൊണ്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതാണ് സത്യത്തിന്റെ വില. ഞാൻ ഇവളോടെ പറഞ്ഞിരുന്നതും അതാണ്. ഇവളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫസ്റ്റ് വീഡിയോ ഞാൻ ഇവളുടെ കണ്ടപ്പോ തന്നെ ഇവളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ കൈസിന്റെ മാതിരി, കൈസ് അതാ ചെയ്തത്. കൈസ് ഇവൾക്ക് ഏതാണ് ഇവളെന്നുള്ളത് അറിയാതെയാണ് കൈസ് ഇവളെ ഫുൾ സപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെയാണ് ഇവളെ കുറിച്ച് നല്ലത് പറയുമ്പോഴാണ് ഓരോരുത്തർ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ടും ഞാനത് പരിപൂർണമായി വിശ്വസിക്കാണ്ടാണ് ഞാൻ അതിന്റെ ഫുൾ എന്നെ കൊണ്ട് അറിയാവുന്നവരൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ഇത് സത്യമാണോ ജനൂനാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ഞാൻ ഈ ക്യാമറയും കൊണ്ട് നിങ്ങളുടെ മുമ്പിക്ക് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ഒരു പെണ്ണിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് മാത്രം ഇറങ്ങി പുറപ്പെട്ടതല്ല. എനിക്ക് പരിപൂർണ ഉറപ്പായിരുന്നു ഞാൻ സഞ്ചരിക്കുന്ന പാത ശരിയാണ് എന്നുള്ളത്. എന്നിട്ടും ഞാൻ ഒരു മോശമായിട്ട് ഇന്ന് വരെ അവളുടെ മക്കളെ, അവളുടെ വീട്ടുകാരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവളോടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ട്, അവൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ പല തമാശകളും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനാണ് അവൾ വലിയ ഉണ്ണിയാർച്ചയായിട്ട് എന്റെ പരിക്ക് വാളും കത്തിയും അടാളും ലൈവും മൊബൈലും ഒക്കെ തൂക്കിയും കൊണ്ടാണ് വന്നിരുന്നത്. അന്നും ഞാൻ നിങ്ങളെത്തൊരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ അവളെ തല്ലൂല. അവളെ തല്ലാതെ നന്നാക്കാൻ പറ്റൂല്ല എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തേ പറഞ്ഞ, ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട് നന്നാക്കാന്. സാജിദാനെ നന്നാക്കാനൊന്നും അന്നേം കൊണ്ടെന്നല്ല, അന്റെ ഒരു തലമുറയും കൊണ്ടും കഴിയൂലെന്ന്. ഇപ്പൊ എന്താ ഉള്ള അവസ്ഥ? ഞാൻ പറഞ്ഞത് തന്നെ പറയാണ്. ഇത് ഓരോ ദിവസം ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇപ്പൊ ഇന്നലെ രാത്രി ഞങ്ങള് അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡ് ഇവളുടെ വീടാ. അപ്പോ ഞാനും ഉമ്മയും വൈഫൊക്കെ ഉണ്ട്. അപ്പൊ ഇവളുണ്ട് അവിടെ നിന്നിട്ട് ആരോടോ ഭയങ്കര തെറിയ. ഇന്നലെയാണ് ഇപ്പൊ കുമ്പസാരൊക്കെ കഴിഞ്ഞേക്കണ്. അപ്പൊ ലൈവാണോ നോക്കിയപ്പോ ലൈവ് അല്ല സംഭവം, ആരെ ഫോണിൽ കൂടെ തെറി വിളിക്കണേ. അതെന്തായിക്കോട്ടെ, അത് നിങ്ങൾക്ക് വഴിയായി മനസ്സിലാവും ഈ കുമ്പസാരത്തിന്റെ കഥ എന്താന്നുള്ളത്. കാരണം അവൾ ഇപ്പോഴും ഉമ്മാനോട് നേരിട്ട് പോയിട്ടല്ല പറഞ്ഞേക്കണത്, ഉമ്മയുടെ പൊരുത്തം ചോദിച്ചിരിക്കണത്. അവളെ നിലനിൽപ്പിന് നന്നായി ബാധിച്ചിരിക്കണു. ഇപ്പോ പിരിവില്ല, ആളുകൾ മിണ്ടുന്നില്ല, ആളുകൾ കാണുമ്പോ തുപ്പുന്ന അടുത്തേക്ക് കാര്യങ്ങളിൽ
ഇപ്പൊ എത്തിയും കൊണ്ടിരിക്കണേ. അപ്പൊ അവൾക്ക് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത കോലാണ്, അറിയോ? ഇനിയിപ്പൊ ചിലപ്പോ ഞാൻ ഇത് പറഞ്ഞോണ്ട് ഓള് ഇന്ന് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇതാന്ന് പറയും. അപ്പൊ അത് കാണുന്ന ചിലവര് വിചാരിക്കും ഇതല്ല പുറത്തിറങ്ങാൻ, ഓളെ പൂട്ടിയിട്ടിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഒരു കല്ല് പോലുള്ള ഒരു മനസ്സ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു തീം എന്താന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാ കിട്ടാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരുടെ അടുത്തും പോയിട്ട് സാജിദാടെ അങ്ങനെയാണ് സാജിദാടെ എങ്ങനെയാണിട്ട് അവളുടെ ഒരു കാര്യത്തിലും ഞാൻ മുടക്കി വരുത്തിയിട്ടില്ല. പക്ഷെ ഇവരൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ അടക്കം അവളുടെ വീടിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ സൂപ്പർ മാർക്കറ്റിൽ വന്ന കേട്ടോ. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് കാറിൽ വന്നു. അപ്പൊ അവള് നോക്കുന്നുണ്ട്. പക്ഷെ പറയുന്നത് അവളെ കുറിച്ചിട്ടുള്ള കാര്യ എന്നോട് പറയുന്നത് ഇതാണ്, പിന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയപ്പോ എന്റെ ഒരു സെൽഫി എടുത്തു എന്നോട് കൂടി. എനിക്കിത് ഇവള് യൂട്യൂബറാന്നൊന്നും അറിയില്ല, എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇനി ഞാനിപ്പോ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞ ഇന്ന പൂര തെറി പറയും. ഇവരൊക്കെ എന്നോട് പറയുന്നത് എന്താ വെച്ചാൽ അത് പറയണ്ട, പറഞ്ഞിട്ട് കാര്യമല്ല. അവരെ കുഴി കിടക്കുന്ന മാതാപിതാക്കളെ വരെ തെറി വിളിച്ചുകൊണ്ടു ഇവളാണ്. സത്യാണ്. ഇവളോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ അങ്ങനത്തെ തെറിയ വിളിക്കാം, ഭയങ്കര തെറിയ വിളിക്കാം. ഈ അയൽവക്കക്കാരൊക്കെ ഇതിന്റെ പേരിലാണ് കുടുങ്ങിയിട്ടുള്ളത്. ഈ അയൽവക്കക്കാർക്ക് ഇപ്പോ ഈ ഹൗസ് ഓണറോട് കംപ്ലൈന്റ് ചെയ്യാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഹൗസ് ഓണർ ഇത് എങ്ങനെയും പതിക്കൊന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല കളിയാണ് ഹൗസ് ഓണർ ഇപ്പൊ കളിക്കണത്. മൊത്തത്തിൽ ഇങ്ങോട്ട് ജാമായപ്പോ പുള്ളിക്കാർക്ക് മനസ്സിലായി ഇനി പഴയ സാധ്യത ഒന്ന് ആയോക്കാന്ന്. ആ പഴയ സാധ്യത ആകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോ. അത് അവള് വലിയ നന്നായിട്ട് മാനസാന്തരം വന്നു എന്ന് വിചാരിക്കണവർക്ക് അങ്ങനെ. പക്ഷെ സാജിദാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഈ അക്കൗണ്ടിക്ക് വീണ്ടും ഒന്ന് കാശന് വന്നു നോക്കണം, കാണാൻ സാധ്യത ആരാന്ന്. ഇപ്പൊ മാക്സിയും ചുരിദാറുമാണ്. അത് നിങ്ങൾക്ക് അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പഴയ സാധ്യത ആയിക്കണേ. ഏത് കണ്ണീരും കരച്ചിലും മക്കളുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ചിന്താഗതിയും പ്ലാനിങ്ങും അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ഈ മക്കൾ തന്നെ ആയിരുന്നു കേട്ടോ. ഇവള് ഈ തെറി പറയുമ്പോഴും ഈ അക്രമം കാട്ടുമ്പോഴൊക്കെ ഈ മക്കൾ ഉണ്ടായിരുന്നു. ഈ ഉമ്മാനെ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നുള്ളത് അന്നും ഇവൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ തളരൂല ഷാജി എന്നുള്ള ഒരു ഭാവത്തോടെ ആയിരുന്നു ഇതൊക്കെ കാട്ടിക്കൂട്ടിയിരുന്നത്. അന്ന് എന്നോട് തല്ലാൻ പറഞ്ഞ പോലെ വീട്ടിക്ക് വന്നപ്പോ ചെകിട്ട് അടക്കി കൊടുക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയോടാ ഞാൻ അന്ന് കൊടുത്തിക്കാണ് ഇതെങ്ങനെ ഒരു മാപ്പ് പറച്ചില് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിയോ? ഇല്ല. ഞാൻ എന്തിയാ പറഞ്ഞ, അവളുടെ കാര്യം ഏറെക്കുറെ ഇനി അങ്ങോട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടിങ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അത് സ്റ്റാർട്ടിങ് അപ്പം ഈ മാപ്പ് വരെ എത്തിയില്ലേ. ഇനി ചിലപ്പോ ഇതിന് ഒളിന്ന് വൈകുന്നേരം വന്നിട്ടില്ലേ വിട്ട് ആരാണെന്ന് അറിയില്ല അങ്ങനെ ഇങ്ങനെ ഒക്കെ പറയുമായിരിക്കും. സിറാജ് വെഞ്ഞാറുമൂട് പറഞ്ഞ മാതിരി എത്ര ഡീസന്റ് ആയി പെരുമാറിയിട്ടും കാര്യമില്ല, ഉള്ളിൽ നിന്ന് അറിയാതെ കൂതറ സ്വഭാവം വരുന്നു അറിയില്ലേ. അത് ഇടക്കും തലക്കും നാഗവള്ളി ഇങ്ങനെ പുറപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതുവരെ എത്തും ഇതെന്നുള്ളത്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആ കേസായിട്ട് അതിന്റെ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. ഓളിഞ്ഞിപ്പോ എത്ര മാനസാന്തരം വന്നു എന്ന് പറഞ്ഞാലും ശരി, അങ്ങനെ ഉമ്മാനോട് മാനസാന്തരം വന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉമ്മാടെ അടുത്ത് പോയിട്ട് അവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഉമ്മ ഞാൻ പറഞ്ഞത് തെറ്റായി, പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങളെ ഉടുതുണില്ലാതെയും അല്ലാതെയും തെറി പറയലും എന്റെ വാപ്പയായ നിങ്ങളെ ഭർത്താവിനെ കൂട്ടി ഇത്രയും അനാവശ്യവും നിങ്ങളെ രഹസ്യബന്ധങ്ങൾ ഞാൻ പുറത്തു വിട്ടതും എന്റെ പെങ്ങന്മാരെ കുറിച്ചിട്ട് ഞാൻ ഇത്രയും മോശം പറഞ്ഞതും അവരൊക്കെ മറ്റ് ഭർത്താക്കന്മാരായിട്ട് മറ്റ് കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് പോലും ഓർക്കാതെ അവര് വ്യഭിചരിച്ച് നടക്കുക എന്ന് പറഞ്ഞതും ഇതൊക്കെ തെറ്റായി എന്നുള്ളത് ആ ഉമ്മാനോട് പോയിട്ട് ഇജ്ജ് ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ പറയടി. ഏതായാലും ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് തന്നെയല്ലേ ചെയ്തത്. അപ്പൊ എന്റെ മാനസാന്തരത്തിന്റെ കഥ എന്താന്നുള്ളത് ഇജ്ജ് എന്റെ കുറച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല ആ ഒരു ട്രാക്കിൽ അങ്ങനെ ഇജ്ജ് പോയിക്കോ. അത് ഷെരീഫ് നമ്പൂല. എന്തായാലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഉമ്മാനോട് ഇതുവഴി മാപ്പ് പറഞ്ഞല്ലോ, അതന്നെ സന്തോഷം. അപ്പൊ നമുക്ക് അതിന് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്തായാലും ഓളെ ലൈവില് ഓള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അതെന്താന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം കേട്ടോ. ഇത്ര ഉയരത്തിലെത്തണം, നമ്മൾ ഉയരത്തില് എത്തണം. ഞാൻ പറയട്ടെ, ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല നമുക്ക്. ഇത്ര ഉയരത്തിലെത്തണം. ഏതോ ഒരു നല്ലവനായ ഉണ്ണിയാണ് ആ കമന്റ് ഇട്ടിക്കണത്. ആ കമന്റ് ഇട്ട ഉണ്ണിയോട് പറയാണ് ഇപ്പൊ ഇരിക്കുന്നത് 2ാം നിലയിലാണ്. അവിടുന്ന് എങ്ങനെയെങ്കിലും താഴേക്കൊന്ന് ഇറക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ ഹൗസ് ഓണർ നോക്കണത്. അപ്പൊ ഇജ്ജ് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ മോൾക്ക് കൊണ്ടുപോയി വെക്കണ്ട, അപ്പൊ ഇരിക്കണോടത്ത് ഇരിക്കട്ടെ. ബാക്കി പറ. നമുക്ക് ജീവിച്ചു പോവാനുള്ള വക ഉണ്ടായാ മതി. മക്കളെ പട്ടിണിക്കിടാണ്ട്
അവരുടെ ഒരു കര കയറ്റിയാ മതി എന്നുള്ളൊരു എങ്ങനെ മക്കളെ ഒരു കരക്ക് കയറ്റിയാ മതിന്ന്. ഓലിപ്പോ ഇവിടെ ഈ കുന്തിപ്പുഴയുടെ വെള്ളത്തിന്റെ നടുക്കാ നിക്കണത്. ആരെങ്കിലും ആ കരക്കൊന്നാണ് കയറ്റുക. ഈ ആ കുട്ടികളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഈ അടിക്കടിക്ക് അഹങ്കാരത്തോടെ പറയും 5 ആമക്കളായിരിക്കും, 5 ആമക്കളാണ്. ഈ ആമക്കളെ എന്ന് പറയുന്നുണ്ടല്ലോ, പെമ്മക്കള് പിന്നെയും നോക്കും. എവിടെ നീ എടുത്ത് നോക്കിക്കോ, ഒരു മാതാപിതാക്കളെ ആമക്കള് നോക്കണേക്കാൾ കൂടുതൽ നോക്കുന്ന പെമ്മക്കളും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ പെൺമക്കള് ആണ് എന്ന് പറഞ്ഞിട്ട് നീ തരം താഴ്ത്തിയ എന്നെ പോലെയുള്ള പെൺമക്കള് മാത്രമുള്ള ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഇതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ എന്റെ മക്കളിലെ ഹാപ്പിയാ. അതാണായാലും പെണ്ണായാലും എനിക്ക് എന്റെ സൃഷ്ടാവ് തന്നതാണെന്നുണ്ടെങ്കിൽ കേടുപാടില്ലാതെ അവർക്ക് ആയുസ്സും ആരോഗ്യം നിലനിർത്തി കൊടുത്താൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. അല്ലാതെ എനിക്ക് പെണ്ണായി നിനക്ക് ആണായി എന്നുള്ള ഒരു അഹംഭാവമല്ല. ഈ 5 മക്കൾ ആൺകുട്ടികളാന്നുള്ള ഒരു അഹംഭാവമായിരുന്നു നിന്റെ അടുത്തുള്ളത്. ഇപ്പൊ എന്തായി? ഈ വരുമാനം നിന്നു. ഇവരൊന്നും നീ ഇവിടെ കൊടുന്ന് നിർത്തിയിരുന്നില്ല ഒരു കാലത്ത്, അല്ലേ? സത്യല്ലേ ഞാൻ പറയുന്നത്? നീ ഈ പാന്റും ഷർട്ടും ഇട്ടിട്ട് അങ്ങോട്ട് പോകും ഒരു പോക്ക്, ഈ 21, 22 വയസ്സുള്ള ചെക്കന്മാരെ കൂടെ. അന്നൊക്കെ നിന്റെ മക്കൾ എന്തേ കാണിച്ചിരുന്നു? ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിക്കല്ലായിരുന്നു. നിന്റെ കൂടെ ജീവിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ലേ? അതിന് ഷെരീഫ് വേണ്ടി വന്നില്ലേ? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നോടില്ല ഈ യുദ്ധമല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ വേറെ ആളുകളുടെ പുറകെ ആയിരിക്കും, കുട്ടികൾ എവിടെയെങ്കിലും. ഞാൻ പറയുന്നത് നുണയെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് ഇവളുടെ കുറച്ച് മുമ്പത്തെ, അതായത് ഇന്നോട് ഇഷ്യൂ തുടങ്ങുന്നതിന്റെ മുമ്പുള്ള വീഡിയോ, ഇന്നോട് ഇഷ്യൂ തുടങ്ങിയിട്ട് ഒരാഴ്ച വരെയുള്ള വീഡിയോ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ ഇവൾക്ക് ഇന്നത്തെയും അന്നത്തെയും മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷെ എന്നാലും ഇവള് ഷെരീഫ് കാരണം ഞാൻ നന്നായെന്നൊന്നും സമ്മതിക്കൂല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. നമുക്ക് അവളുടെ ബാക്കി കേൾക്കാം. ഇത്ര ഉയരത്തിലെത്തണം, നമ്മൾ ഉയരത്തില് എത്തണം. ഞാൻ പറയട്ടെ, ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല നമുക്ക്. നമുക്ക് അപ്പപ്പോ നമുക്ക് ജീവിച്ചു പോവാനുള്ള വക ഉണ്ടായാ മതി. മക്കളെ പട്ടിണിക്കിടാണ്ട് അവരുടെ ഒരു കര കയറ്റിയാ മതി എന്നുള്ളൊരു ഇത് മാത്രം നമുക്കുള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും തലയിൽ വെച്ച് നടക്കുന്നില്ല. സമാധാനത്തോട് കൂടിയിട്ട് മനസ്സിനൊരു സമാധാനം, മക്കളെ പട്ടിണിക്കിടാൻ പറ്റാണ്ട് പോവാൻ പറ്റണേ എന്നുള്ളൊരു സമാധാനം. വല്ലാണ്ട് സമാധാനത്തിന്റെയും മക്കളുടെ പട്ടിണിന്റെയും കാര്യം പറയണ്ട. ഇത് പറയുന്നത് എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അക്കൗണ്ടിക്ക് ഇനിയും വേണം. അതിനാണ് ഇപ്പൊ ഈ മക്കളുടെ സമാധാനവും ആ മക്കനെയും മനസ്സിലാക്കണം നിങ്ങള്. ഇവളുടെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയേ. ഇവൾക്ക് തട്ട എന്താന്ന് അറിഞ്ഞിരുന്നില്ല, ഡ്രസ്സ് എന്താന്ന് അറിഞ്ഞില്ല. ഇവളുടെ ലൈവിൽ വന്നിട്ട് ആ ഡ്രസ്സെങ്കിലും ഒന്നും മര്യാദക്ക് ഇടുന്ന പറഞ്ഞിരുന്നത്. എങ്ങനെ ഒക്കെ ആല പാല എന്നുള്ള രൂപത്തിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു തട്ട ഇടുന്നത് ഇടാത്തതൊക്കെ അവളുടെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനത്തെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് എന്നും നിലനിർത്തണം. അല്ലാണ്ട് ഈ അന്റെ ദാരിദ്ര്യം പറയുമ്പോഴും അന്റെ ഇടങ്ങേറ് പറയുമ്പോഴും അന്റെ സങ്കടങ്ങൾ പറയുമ്പോഴും ഈ പറ്റ പാവയിക്കണു, നന്നായിക്കണു, കുമ്പസാരം കഴിഞ്ഞിക്കണു എന്നൊക്കെ ആക്കി തീർക്കുമ്പോ ഇപ്പൊ നോക്കി അവള് ആ മക്കനെ ചെറിയ കുട്ടികളാണ്. നമുക്ക് മൂത്തവർക്ക് രണ്ടാക്കും പറഞ്ഞാൽ മനസ്സിലാക്കുന്ന പ്രായമാണ്. ഇന്നത് ഇല്ലാന്ന് പറഞ്ഞാ ശരിയും പറഞ്ഞു. പക്ഷെ ചെറിയ മക്കൾക്ക് നമ്മൾക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ ഇപ്പൊ അവളുടെ അടുത്ത് ഇല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രായം അവർക്ക് ആയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അതാകണ വരെ നിങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. എങ്ങനെ അത് ആ കുട്ടികൾക്ക് മനസ്സിലാകുന്നവരെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഇവൾക്ക് വീട് കൊടുക്കാന്ന് പറഞ്ഞിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു, അവര് കൊടുക്കൂലായിരുന്നു. ഞാൻ വിളിച്ചതോ ഞാൻ പറഞ്ഞതോ ഒന്നുമല്ല. കാരണം ഇതൊക്കെ ഇവര് കാണുകയാണ്. എന്ത് അർഹതയാണ് ഇവർക്ക് കൊടുക്കാനെന്ന് അവര് ചിന്തിക്കുന്നത്. അവര് പറഞ്ഞ റീസൺ, ഇവള് ഈ കുട്ടികളെ വളർത്താനേ പാടില്ല, വളർത്തിയ ഈ കുട്ടികൾ എവിടെയോ എത്തിപ്പെടും, അങ്ങനത്തെ ആളുകളാവും, ഇങ്ങനത്തെ ഞാൻ നാവുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇവൾക്ക് മനസ്സിലായി മൊത്തത്തിൽ ലോക്കാണെന്ന്. അപ്പൊ അതിന്റെ കടന കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടടലും ഒരു മാക്സി ഇടലും ഒരു ഇതൊക്കെയാണ്. ഇങ്ങനെ ആയിരുന്നോ മച്ചാമാരെ ഇവള്? അല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കാണിച്ചുതരാം. അതാ അല്ലാണ്ട് ഞങ്ങളുടെ വീഡിയോസ് എടുത്തിട്ട് നീ അങ്ങനെ സമ്പാദിക്കണ്ട. ഞങ്ങളെ തിന്നിട്ടുള്ള സമ്പാദ്യം നിനക്ക് വേണ്ട. നിന്റെ തന്തയ്ക്ക് നാണില്ല, നിന്റെ തള്ളയ്ക്ക് നാണില്ല, തീരെ നാണില്ലാത്ത തള്ള. ആ തള്ളച്ചി പറയാണ് എന്താണ്, എന്റെ മകൻ ആണാണ്. ആണോടി തള്ളേ? അങ്ങനെ ആണാണെങ്കിൽ നിന്റെ മകനല്ലേ നീ ആദ്യം ഒതുക്കി വളർത്താൻ പഠിക്കുക. ഇതിപ്പോ എന്തിനാ ഒതുങ്ങിയത്?
ഇജിപ്പോ എന്തിനാ ഒതുങ്ങിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഇരുന്ന് തെറി പറയുന്ന അവൾക്ക് പെട്ടെന്നൊരു മാനസാന്തരം വന്നു. എന്നിട്ട് തട്ടയിടുകയാണ്. ഏത്? അവളുടെ ദാരിദ്ര്യം പറയണം. ഇതുവരെ അവൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ അവള് ഈ തട്ടടാതത ഇങ്ങനെയൊക്കെ ഉണ്ട് കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് എന്റെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ അവളാ തെറി വിളിച്ചത്. ആ അവള് ഇപ്പൊ നോക്കിക്കോ, തട്ടന്ന് ചെറുതായിട്ട് മുടി കണ്ടാ മതി അവള് കാട്ടുന്നത്. നോക്കിക്കോ, നമുക്ക് ജീവിച്ചു പോവാനുള്ള വക ഉണ്ടായാ മതി. എന്താ പറയാ, തലേന്ന് ഒരു മുടി പോലും കാണാൻ പാടില്ല. നമുക്ക് ജീവിച്ചിട്ട് പോവണം. അതാണ് ഇപ്പൊ അവളുടെ കണ്ടീഷൻ. എന്നിട്ട് ഇപ്പൊ അവള് പറയാണ് നിന്റെ ഉമ്മാനോടും വാപ്പാനോടും ഇന്നെ ഒതുക്കാം, അല്ലെങ്കിൽ അവൾ ഒതുക്കുന്ന്. ഇപ്പൊ ആരാണ് അപ്പം സാജിയെ ഒതുങ്ങിയത്? ഈ മണ്ണാർക്കാട്ടുകാര് വലിയ എന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഇജ്ജ് എന്തിനാ അങ്ങനെ മാപ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എന്താ പറയാ ദാരിദ്ര്യമൊക്കെ പറഞ്ഞു അന്നെ ആർക്കും തളർത്താൻ പറ്റില്ല, ഒതുക്കാൻ പറ്റൂല എന്നൊക്കെ ഇജ്ജ് പറഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയാ ഒതുങ്ങിയത്? ഇജ്ജ് ഇതൊന്നും അല്ല, ഇനിയും ഒതുങ്ങും, ഇനിയും ഇതൊതുങ്ങും, ഇനിയും മാപ്പുകളായിട്ട് ഇജ്ജ് വരും. അതൊക്കെ എല്ലാവർക്കും കാണാം. എനിക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടിയില്ലേലും വേണ്ടില്ല. ഇജ്ജൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഇനി ഒരാണിന്റെ നേരക്ക് ഒരു കുടുംബത്തിന്റെ നേരക്ക് ഇത് തൂക്കിപ്പിടിച്ച് പോകൂലെന്നുള്ളത്. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഇവളെ അമ്മാനോട് പിന്നെ സ്നേഹം ഉണ്ടായിട്ടാണ് ഈ മറ്റേ യൂട്യൂബ് വഴി ലൈവ് വഴി ഉള്ള ഈ തൗബയുടെ കഥയും മാപ്പ് പറച്ചിലും എന്നൊക്കെ അനങ്ങാൻ വിടുന്നില്ല. നാട്ടുകാര് അനങ്ങാൻ വിടുന്നില്ല. അറിയോ, എവിടെ ചെന്നാലും പട്ടിയുടെ വില ഇല്ലാതെ ആ തുപ്പി ഇറക്കി ആട്ടി വിടുകയാണ്, ഇറങ്ങി വിടുന്ന പറഞ്ഞിട്ട്. ആ ജാതിക്ക് അയക്കണം. ഓള് വിചാരിച്ചത് എന്താ അറിയോ, ഓളെ നാടന്നെയാണ് എല്ലാം ഒരേപോലെ എന്നാണ്. എന്ത്, ആ ക്യാമറയും കൊണ്ട് തൂക്കിയിട്ട് എന്താണ് പറയാന്നുള്ളതാ. പക്ഷെ ഒരാളോ 2 ആളോ 10 ആളോ 100 ആളാണെങ്കിലും ഓൾക്കും പിന്നെ ഈ ക്യാമറയും കൊണ്ട് ലൈവും കൊണ്ട് ചാനലും കൊണ്ട് രക്ഷപ്പെടാം. കൂട്ടം ചേർന്ന് അവളെ ആക്രമിക്കണേ എന്തിനു വേണ്ടിയിട്ട്? ഈ ചൊറിയുള്ള ആളുകളില്ലേ, ചൊറിയുള്ളോ എഡ്സുള്ള ആളുകളോ ചിലപ്പോൾ എടുത്ത് വന്നു നിന്നാൽ നമുക്ക് ഇതൊരു മനുഷ്യനല്ലേ എന്നുള്ള പരിഗണനയിൽ നമുക്ക് ചിലപ്പോൾ അവിടെ നിൽക്കാം. പക്ഷെ ആ ഒരു പരിഗണന പോലും മണ്ണാർക്കാട്ടേരി ഇവൾക്ക് കൊടുക്കുന്നില്ല. അറിയോ നിങ്ങക്ക്? അതിനൊക്കെ കാരണം എന്താ അറിയോ? അവള് കളിച്ച സ്ഥലം മാറി. ആ ഒരൊറ്റ കാരണം തന്നെ. പിന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും 5 മക്കളെ എത്തീമല്ലേ, 5 മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള കഥകൾ നിങ്ങൾ ഇറക്കണോലെ ഇതൊക്കെ പൊറാട്ട നാടകമാണെന്നുള്ളത് അവളുടെ തൊട്ട അയലോക്കക്കാരോട് ചോദിച്ചാൽ തന്നെ അറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലിരുന്ന് ഇവള് ഓരോരുത്തരെ വിളിക്കുന്ന തെറിയില്ലേ ഫോണിൽ കൂടെ, എന്റെ പൊന്നോ, ആ മക്കളൊക്കെ സമ്മതിക്കണം കേട്ടോ. ആ മക്കളൊക്കെ എവിടെ എത്തുന്ന ഒരു പിടുത്തമല്ല. ഇന്നലെ അടക്കം ഞങ്ങൾ ലൈവായിട്ട് കേട്ടതാ അവള് വിളിക്കുന്നത്. ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് ഞങ്ങളെ കണ്ടത്. അപ്പൊ ഉണ്ടാ ജനലിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ എത്തി വെക്കണു. അപ്പൊ ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കാറ് ഓപ്പോസിറ്റ് വന്ന് ഞങ്ങളോട് സംസാരിക്കണ ഈ വിഷയം തന്നെയാണ്. എങ്കിൽ കൂടി അവള് എത്തിയും പാളി ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതിപ്പോ എന്ത് മെനയാണ് ഈ വരുന്നതെന്നുള്ളത് അറിയാഞ്ഞിട്ട്. സംഭവം ഇപ്പൊ എന്താ വെച്ചാൽ സ്റ്റേഷനിൽ നിന്നായാലും ചൈൽഡിൽ നിന്നായാലും എല്ലായിടത്തും വിളി വന്നു. പിന്നെ നാട്ടിലിറങ്ങാൻ പറ്റാത്തൊരു രൂപമായി. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിക്കാണ്. അതുകൊണ്ടുള്ള മാപ്പ, അല്ലാതെ ഉമ്മാന സ്നേഹം കൊണ്ടുള്ള മാപ്പൊന്നും അല്ല. അത് ഇങ്ങനെയല്ല വരിക. ആ മാപ്പ് ഇങ്ങനെ ഒരു ചാനലിൽ ഇട്ടിട്ടല്ല ഉമ്മാനോട് മാപ്പ് ചോദിക്കേണ്ടത്. അവള് 2 പേർക്കെതിരെയാണ് ഓള് യുദ്ധത്തിനിറങ്ങി. ഒന്ന് ഇന്റെ നേരക്കും ഒന്ന് കൈസിന്റെ നേരക്കും. കൈസ് കോഴിക്കോടും കൊടുത്തു 4-8 പണി, ഞാൻ ഇവിടെയും കൊടുത്തു. അത് ആ ഒരു കേസല്ലേ, അത് നടത്താലോ എന്ന് അവള് വിചാരിച്ചു. പക്ഷെ നാട്ടുകാരെന്ത് ചെയ്യും? അവൾക്കിപ്പോ ഇവിടുന്ന് ചട്ടിയും കലം എടുത്ത് പോണം. ഓള് പോവുകയും ചെയ്യും, കണ്ടോ. ഓള് അടുത്ത ഗ്രാമം തേടി പിടിക്കും. ഇനി വല്ല അട്ടപ്പാടി ഊരിലെവിടെയെങ്കിലും പോയി താമസിച്ചോ. അത് ഇനി എന്നെ കൊണ്ട് നടക്കുള്ളൂ. കാരണം മനുഷ്യന്മാരാരും അന്നെ പരിഗണിക്കൂല എന്നുള്ളത് ഉറപ്പായി. അതൊക്കെ ഇജ്ജുണ്ടാക്കിയതാ, ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. ഈ യുദ്ധത്തിനിറങ്ങുന്ന സമയത്ത് നിന്റെ ഓപ്പോസിറ്റുള്ള ആളുടെ ക്വാളിറ്റിയും കൂടി ഇജ്ജ് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഇതുപോലത്തെ പണികള് നിരന്ന് വരും. ഇപ്പൊ നോക്കിയേ, ഇവള് ഇന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് പലരെയും വിളിച്ച് അവള് തെറി പറഞ്ഞിരുന്നു, പലരെയും വീട്ടിലേക്ക് പോയിട്ടുണ്ട്, പലതരം ഗോസിപ്പുകൾ അവൾ ഇറക്കിയിരുന്നു. ഇന്റെ അടുത്ത് വന്നു പോയതിനു ശേഷം പിന്നെ മാനസാന്തര എങ്ങനെ കീപ്പെട്ട് ഇങ്ങനെ വരിക. എന്തായിരുന്നു അവളെ എനർജി ആദ്യത്തേക്ക്? കണ്ടില്ലേ? ഇപ്പോഴത്തെ എനർജി എന്താ? അതും കണ്ടില്ലേ? അപ്പൊ അതാ പറയുന്നത്, നന്നാക്കിയ നന്നാകാത്ത ഒരു തീട്ടമല്ല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സത്യമാണ്. നമ്മുടെ പച്ചറിച്ചി തിന്നണവർക്ക് അറിയില്ലല്ലോ നമ്മള് കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മള് ഇതാക്കണതും. നിന്റെ പച്ചറിച്ചി തിന്നണവർക്ക് അറിയില്ല നിന്റെ കഷ്ടം. എന്താണ് നിന്റെ കഷ്ടപ്പാട്? ഇതൊന്ന് പറയാം. ഈ ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ, ആ ഭർത്താവ് കേട്ടിരുന്നെങ്കിൽ, ആ ഭർത്താവ് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ആ അവകാശം നീ ഇല്ലാതാക്കി. ഒന്നാമത്തെ എന്റെ ഗുണം.
അത് സത്യമാണ്, ഈ കാരണമാണെന്നുള്ളത് ആ ഭർത്താവ് വീട്ടുകാരും നിന്റെ ഉമ്മയും പറഞ്ഞതിന്റെ പേരിൽ ആ ഭർത്താവ് വീട്ടുകാരെ കുറിച്ചിട്ട് നീ ഇനി പറയാത്തതോ ചെയ്യാത്തതോ ഒരു അക്രമമല്ല. ഒന്ന് പുറത്തിറങ്ങി മറ്റുള്ളവരോട് ചിരിക്കാൻ പോലും കോലമില്ലാത്ത രൂപത്തിൽ നീ ആ വീട്ടുകാരാക്കി അല്ലേ? അതാണ് നിന്റെ രണ്ടാമത്തെ ഗുണം. പിന്നെ ഇത് സത്യമാണ്, എനിക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും മരുന്നിനോ ഗുളികക്കോ ഭക്ഷണത്തിനോ തന്നിരുന്ന അവളുടെ ഭർത്താവ് അതടക്കം ഇവളുടെ ഈ അക്രമം കാരണം ഇല്ലാണ്ടായി അവന്റെ ജീവൻ ഒടുക്കി എന്ന് പറഞ്ഞത് മൂന്നാമത്തെ മഹിമ. ആ ഉമ്മ അത് പറഞ്ഞതിന്റെ പേരിൽ ആ ഉമ്മ എത്രത്തോളം സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്താൻ പറ്റുമോ അത്രത്തോളം നീ നാണം കെടുത്തി. എങ്ങനെ? ഉടുതുണി പോലും ഇല്ലാത്ത രീതിയിൽ നീ നാണം കെടുത്തി. ഉമ്മ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ നിന്റെ സഹോദരിമാരെയും നീ അതിലപ്പുറത്തേക്കുള്ള വ്യഭിചാരത്തിന്റെ കഥകൾ പറഞ്ഞിട്ട് നാണം കെടുത്തി. അപ്പൊ നീ വിചാരിക്കുന്നത് നിന്റെ ചാനലാണ് എല്ലാം, അതാണ് നിന്നെ എല്ലാം മറ്റേ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു നീ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ അന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് കെടാൻ പോണ തീയാണെന്ന്. അത് എന്നോട് എപ്പോ കളിച്ചോ അന്ന് മുതൽ അത് കെട്ടുകൊണ്ടായിരിക്കുന്നത്. ഇനി ഒരിക്കലും ഇത് ആളി കത്തൂല എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഉമ്മാനോട് അവളുടെ മാപ്പ് പറച്ചിൽ വരെ എത്തി. അതെന്തുകൊണ്ടാ അറിയോ? പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്. ഇനി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്ന് അവൾക്ക് അറിയാം. കാരണം ഇനി നല്ലവളാകണം. ഇപ്പൊ അവള് നോക്കിയേ, അവളുടെ ഭർത്താവ് മരിക്കുമ്പോഴത്തുള്ള ആ ഒരു സാധ്യതയായി മാറി തുടങ്ങി. എങ്ങനെ? മക്കനെ നേരെ ഇടുന്നു, മക്കളുടെ കാര്യത്തിൽ ആവലാതി ഉണ്ടാകുന്നു. മക്കളിനി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ അത് മൂത്തവരാകുമ്പോ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ ചെറിയവർക്ക് മനസ്സിലാവില്ല. അവരത് കരയും. അതുകൊണ്ട് എന്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളെക്കാൾ കഴിയുന്ന 10,000 20,000 അങ്ങനെ നിങ്ങൾ സഹായിക്കണം. പിന്നെ ഞാൻ ഓൺലൈൻ വഴി കുറച്ച് പ്രേമങ്ങൾ നടത്തുന്നുണ്ട്. അവരിരുന്ന് മഹറിനാന്നും പറഞ്ഞിട്ട് ഞാനും എന്റെ വഴിക്ക് അത് നടത്തുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ വല്ല വീടോ മറ്റേ കുടിലോ തരാന്ന് ഉദ്ദേശമുള്ളവരെ ആ വകുപ്പിലും തരിക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പൊ അവളുടെ കാര്യങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നാറ് ഷെരീഫെ സമ്മതിച്ചു നിന്നെ ഞാൻ, സാജിദ മാപ്പ് പറഞ്ഞിട്ടോ ഉമ്മാനോട് എന്നുള്ളത്. ഒരു ഉമ്മാനോട് മാപ്പ് പറയാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഉമ്മാടെ അടുത്ത് നേരിട്ട് പോയിട്ട് ഉമ്മാടെ കയ്യും കാലും പിടിച്ചിട്ട് പൊരുത്തം വാങ്ങിക്കലാണ് നിനക്ക് ഈ ഭൂമിയിലെങ്കിലും ഒരു സമാധാനം കിട്ടാന് ഏക വഴിന്ന് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായി? നീ നേരെ എന്റെ ചാനലിലെടുത്തു. എന്റെ ചാനലിൽ കൂടെ ആണല്ലോ മറ്റേ മലക്കുകള് ചോദ്യവും ഉത്തരവും ഖബർ ജീവിതവും ഒക്കെ എന്റെ ചാനലിൽ കൂടെ അല്ലെ? അത് വഴിയാണ് എല്ലാം എന്നാണ് പല വിചാരം. അതുകൊണ്ടാണല്ലോ എന്തുണ്ടെങ്കിലും അതിലാണ് പറയുന്നത്. ഇജ്ജിപ്പോ ഉമ്മാൻ എത്ര നാണം കെടുത്തിയതല്ലേ? ഇജ്ജ് ഉമ്മാടെ അടുത്തൊന്ന് പോയിട്ട് ഞാനൊന്ന് നോക്കട്ടെ. ഉമ്മാടെ അടുത്ത് പോയിട്ട് ഉമ്മാനെ മുന്നിൽ നിർത്തി ആ വീഡിയോ പിടിച്ചിട്ട്, അമ്മ ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് പൊരുത്തപ്പെട്ടിരുന്നിട്ട് ആ കാലൊന്ന് പിടിച്ചിട്ട് ഒന്ന് പൊരുത്തം വാങ്ങിക്കാ ഉമ്മാനെ കൊണ്ട്. അയ്യോ എനിക്ക് ഇല്ല. കാരണം എന്താ? അത് വേണ്ട, ഇങ്ങനെയുള്ള മാപ്പ് മതി, എന്നിട്ട് സംഭാവന ഇടുന്നോല് ഇട്ടാ മതി അല്ലെ? പിന്നെ അവള് പറയുന്നത് എന്താ അറിയോ? അവളൊന്നിനും പ്രതികരിക്കണില്ല അത്രേ. എന്തിനാണ് വെറുതെ പ്രതികരിച്ചിട്ട്? ഞാൻ ഒന്നിനും പ്രതികരിക്കുന്നില്ല. അവർക്ക് അതാണ് റീച്ചെങ്കിൽ അവരത് ചെയ്തോട്ടെ. ഇവള് എന്ന് മുതലാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി? കേട്ടിട്ടില്ലല്ലോ? ഒരു മിനിറ്റ്. കാരണം എന്താ അറിയോ, ഒന്നിനും പ്രതികരിക്കാണ്ടിരിക്കുന്നറിയോ, അവർക്ക് അതാണ് റീച്ച്, അല്ലെങ്കിൽ അവരത് വെച്ചിട്ടാണ് സമ്പാദിക്കാൻ നോക്കുന്നത്. നമ്മള് വീണ്ടും അതിനെ പോയി പ്രതികരിച്ചിട്ട് നമ്മള് വീണ്ടും ഇതാവണ്ട. ഒരാ ടെൻഷൻ ഭയങ്കരമായിട്ട് ഇത് കേറണ്ടേ. പക്ഷെ നമ്മൾ എന്താ അറിയോ, മിണ്ടാണ്ടിരിക്കണം. നമ്മളുടെ അടുത്ത് വാങ്ങണ കസ്റ്റമർക്ക് മിണ്ടാതിരിയല്ല, നമ്പൂതിരിയാണ്. ഇതൊക്കെ മിണ്ടാതിരിക്കേ. അന്റെ ഗതികേടുകൊണ്ടാ ഇജ്ജ് മിണ്ടാത്ത. അന്നെ അടക്കി അവിടെ വെച്ചിക്കാണ്, മനസ്സിലായോ? അല്ലാതെ എനിക്ക് ഒരു അണുമണി തൂക്കം എനിക്ക് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഇജ്ജ് അതില് പിടിച്ച് കേറി വരും. ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഒതുങ്ങിക്കാണ്. അല്ലാണ്ട് ഇജ്ജ് നന്നായിക്കാണെന്ന് സാജിദ ഇജ്ജ് മുഴുവൻ ജനങ്ങളോട് പറഞ്ഞു. ഷെരീഫിനോട് പറയരുത് കേട്ടോ. ഇന്നോട് ഇജ്ജ് പറയരുത്. ഇജ്ജ് ഇനി എത്ര വെല്ലുവിളിച്ചാലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്കും ഒക്കെ അറിയാം. അവളുടെ തൊഴിലിനെ ഞാൻ പറഞ്ഞു. എന്താ ഇവൾക്ക് ഈ തൊഴില്? ഇവളെ തൊഴില് ക്രീം കച്ചവടമായിരുന്നു. ക്രീം കച്ചവടത്തിന് എങ്ങനെ അവള് വന്നിരുന്നത്? ഫുള്ള് മഫ്തിയും നിസ്കാരക്കുപ്പായം ഇട്ടിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാ? അതിന്റെ പ്രമോഷൻ കഴിഞ്ഞ നിസ്കാരക്കുപ്പായം ഊരി അവിടെ വെക്കുക. എന്നിട്ട് ലുഹുർക്ക് തള്ളാനെ തെറിവര, നാട്ടുകാരെ തെറിവര, ഇത് തന്നെ ഇരുന്നുള്ള പരിപാടി. ആ തൊഴിലിനപ്പം ഞാൻ എനിക്ക് ഇത് അതൊന്നും അല്ല എന്റെ പ്രശ്നം. ഷെരീഫിന്റെ അടുത്ത് സത്യം ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി. അതുകൊണ്ട് എന്തായി? കിട്ടുന്നത് മുഴുവൻ മുടങ്ങി. ആ മുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ വരുന്ന പൈസ നിന്നാ മതി, നിന്റെ അഹങ്കാരം കുറയും, നിനക്കൊരു പെണ്ണായി ജീവിക്കാൻ കഴിയും, ആ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിയും. ആ കാശ് വരുന്ന കാലത്ത് ആ മക്കള് നീ ഓരോ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് നീ കറങ്ങാൻ നടക്കുകയായിരുന്നു അല്ലെ? നീ ഒരു ടീഷർട്ട് ഒരു ജീൻസും ഇട്ടിട്ട് മക്കനെ പോലും ഇടാതെ
ഈ മണ്ണാർക്കാട് കൂടെ നീ എത്ര നടന്നോക്കണം, ഏതിനെല്ലാം നീ നടന്നോക്കണം, ഏതെല്ലാം തരത്തിൽ കൂടെ നീ വീഡിയോ എടുത്ത് വിട്ടിക്കണു. നീ ഇപ്പൊ മാനസാന്തരം വന്ന് മക്കനെ കേട്ടിട്ട് ദാരിദ്ര്യം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചാളുകൾ ചിലപ്പോൾ വിശ്വസിക്കും ഈ പറയുന്നത് സത്യമാണെന്നുള്ളത്. പക്ഷെ അതല്ല, അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പൈസ ഇട്ട് കൊടുക്കുക. ഒരു 10,000 തികയട്ടെ, അല്ലെ ഒരു 50,000 തികയട്ടെ. ഇനി 10,000 വേണ്ട, 10,000 ഇപ്പോൾ പല്ല് കുത്തി വാങ്ങാനേ കഴിയുള്ളൂ. അങ്ങനത്തെ ലക്ഷറി ജീവിതമായിരുന്നു. ഒരു 50,000 തികയട്ടെ. അപ്പൊ നിങ്ങൾക്ക് അറിയും ഇവള ആരാണെന്നുള്ളതും ഇവളെന്താണെന്നുള്ളതും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവള് പറയണ ക്രീമൊക്കെ നല്ല കസ്റ്റമേഴ്സ് അത്ര ഞാൻ കണ്ടിക്കണം. അവളെ പേരുടെ ക്യൂ മറ്റേ ടൗണ് വരെ ഉണ്ടാകലുണ്ട്. ഇങ്ങനെ നിരന്ന റൂട്ട് കൂടെ NH ഒക്കെ മിഞ്ഞാന്ന് ഭയങ്കര ബ്ലോക്ക് ആയിട്ട്. എന്താ വിഷയം ചോദിച്ചപ്പോഴാ പറഞ്ഞത് ആരിതാടെ ക്രീം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് എന്നുള്ളത്. കേട്ടോ, നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമർ ഉണ്ട് നമുക്ക് കേട്ടോ. അതുകൊണ്ട് ഒരു മിനിറ്റ്, ഒരർജന്റും ഇല്ല, പൈക്ക് പോയി വന്നാൽ മതി. നമുക്ക് പറയാം, അവള് പോയി വരട്ടെ. പിന്നെ സംഭവം എന്താ അറിയോ, ഇപ്പൊ ഈ ക്രീമില്ലേ, ഈ ക്രീം ഉണ്ടായിരുന്ന കുറച്ച് സാധനം ഉണ്ട്. അതിപ്പോ ഈ ചുമരുമ്പോ കൂടെ ഓട്ടല്ലോടത്ത് കൂടെ ഇങ്ങനെ ഓട്ട അടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് തേക്കണ കാണാന്ന് പറയുന്നുണ്ട് മറ്റേ ആ അയലോക്കാരൻ. ആ ഓട്ടടക്ക എത്ര ഇപ്പൊ ക്രീമുണ്ട് ചുമരുമത്തെ. ഈ സാധനം തേച്ചിട്ട് എത്ര ആൾക്ക് ചൊറിയാൻ നിൽക്കണോ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ആദ്യത്തെ നമ്മള് മറ്റേ ലൈവ് ക്രീം കച്ചവടത്തിന്റെ മുമ്പത്തെ ലൈവും മറ്റേ വീഡിയോ ഒന്ന് എടുത്തു നോക്കി, എവിടെയും മാന്തൂല. ഇപ്പൊ മാന്തിയും കൊണ്ട് തന്നെ 24 മണിക്കൂറും. അതുകൊണ്ട് വേറെ എവിടെയല്ലല്ലോ മാന്തണത്, മുഖത്തല്ലേ മാന്തണ. ആ മാന്തണിന്റെ കാരണതാണ് ഇത് തേച്ചിട്ട് ചൊറിഞ്ഞിട്ട് അത്രയും ലോക്കല് സാധനം അവള് വിൽക്കണത്. മുഖത്തിന്റെ ഒക്കെ പണി അങ്ങോട്ട് പോവും. അത് അവൾക്കും അറിയാം. പക്ഷെ അവളോട് ചോദ്യം ചെയ്യാൻ ഒരാളും ചെല്ലൂല. പിന്നെ ഈ ക്രീമിന്റെ കാര്യത്തിനാവുകൊണ്ട് തീരും ചെല്ലൂല എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഒന്ന് വാങ്ങി തേച്ചൊക്കെ. പച്ച നുണയെ പറയണ ഒരു മനുഷ്യ ഇത് വാങ്ങണമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അയക്കണ. ഈ തട്ടിട്ടൊക്കെ അല്ല വരവ്. അതാണ് ക്രീം പോണ ഒരാളാണ്, ഇഷ്ടം പോലെ കസ്റ്റമറുള്ള ഒരാളാണെങ്കിൽ ഇത്തരത്തിൽ തരം താഴ്ന്ന് വരുമോ? ജീവിച്ചാൻ മകളില്ല. അപ്പൊ എന്നാ ക്രീം വിറ്റ കായും കൊണ്ട് മക്കൾക്കെന്നെ വാങ്ങിക്കൊടുത്തൂടെ? അതെന്താ ചെയ്യാത്തു? ക്രീം പോണില്ല. ക്രീമിന് ആരും വരുന്നുമില്ല, പോണുമില്ല. എന്നിട്ട് വെറുതെ തള്ളിങ്ങനെ മറിച്ച. നിങ്ങൾ ആദ്യം ഓളെ മുഖത്തേക്കൊന്ന് നോക്കി. എന്ത് മറ്റേ വാർപ്പ് കഴിഞ്ഞ വരക്ക് ചുമര് തേക്കണ മാതിരി രാത്രിക്ക് തേച്ച് കിടക്കണ ആളാ ഓളെ കോലാപ്പത്. എന്നിട്ട് നേരം വെളുത്ത് ഇരുന്ന് മാന്തും ചെയ്യും. ഈ മാന്താൻ ആരെങ്കിലും ആ ക്രീം വാങ്ങും. പിന്നെ ഇതെന്ന് പറഞ്ഞപ്പോ ഓൺലൈനിൽ ഒരുപാട് കിട്ടാൻ തുടങ്ങിയ സാധനമാണ്. ഈ കാസർഗോട്ടുകാരാണ് ഇത് കൊടുന്നെങ്കിലും ഇതിപ്പോ ഒരുവിധമൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ ഉണ്ടപ്പോ ഇവളത് വാങ്ങിത്തേക്കുന്നു. പച്ച നുണ ഇരുന്ന് പറയാണ്. ഈ പെണ്ണ് നുണ അല്ലാതെ പറയില്ല. പിന്നെ അവള് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒന്നിന്റെ പിന്നാലെ തന്നെ വാലും തൂക്കിയും കൊണ്ട് നടക്കുക. അതാണ് അവർക്ക് റീച്ച് എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. കേട്ടോ, അവർക്ക് റീച്ച് പൈസ ബാക്കി മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മളുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫാണ് ഇതിനെ ചൊല്ലിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രഷർ കൂടിയിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്റെ ടെൻഷൻ മൂലം ഞാൻ എന്തെങ്കിലും, എനിക്ക് ഇതിന് മുന്നും ഞാൻ കുറെ പ്രാവശ്യം ടെൻഷനും ബാക്കിയുള്ളതും കൂടിയിട്ട് 3-4 പ്രാവശ്യം സൂസൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയൊരു വ്യക്തിയാണ്. ഇപ്പോഴും അതേ മൈൻഡിലും. എവിടേക്ക് പോയ വ്യക്തി? കണ്ണൂർക്കോ കാസർഗോഡ്ക്കോ? എവിടേക്ക് സൂസൈഡും കൊണ്ട് പോയത്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇജൊന്നും ചെയ്യൂല. ഇതൊക്കെ അന്റെ ഡ്രാമയാണെന്ന് എനിക്കറിയാം, മനസ്സിലായി? ഇജൊന്നും ചെയ്യൂല. ഇനി ഏറി വന്ന ഇജൊന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു വരയെ കുറി ഉണ്ടാക്കിയിട്ട് ഇതൊരു സെന്റിമെന്റ് ഉണ്ടാക്കാൻ ഒരു പൊറാട്ട നാടകം കളിക്കും എന്നുപരി വേറെ ഒന്നും സാധ്യത ചെയ്യൂല. അതെന്തുകൊണ്ടാണ് അറിയോ? ഇജ അങ്ങനെ ചെയ്യുന്നവളാണ്. അത്തരം മനസ്സുള്ള ഒരാളായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവ എത്ര പറഞ്ഞുകൊണ്ട് നിന്നോട് ഇജ് ഇങ്ങനെ പോയാൽ ഞാൻ എന്റെ ജീവൻ കളയുന്നത് അന്ന് ഇജ് കേട്ടോ? അന്ന് ഇപ്പൊ ഞാൻ എങ്ങനെയാണോ പുച്ഛിക്കണത് അതുപോലെ പുച്ഛിച്ചാണ്ട് വിട്ടല്ലേ ചെയ്തത്. അപ്പോ അത്തരം എന്താ പറയാ, വലിയ വലിയ മുതിർന്നവർ സംസാരിക്കുന്ന സംസാരമൊന്നും എന്നോട് വേണ്ട. ഇജ് ചത്ത ജനക്കട് പോയി എന്നല്ലാതെ ആർക്ക് പോയി? അജ്ജ് ചത്തു കുണിച്ച് അതിന്റെ കാരണം ഇജ്ജ് തന്നെയാണ്. കാരണം അത്രയും അക്രമം. ആ മക്കൾ രക്ഷപ്പെടുന്നേ ഞാൻ വിശ്വസിക്കൂ. ഇവളങ്ങനെ എന്തെങ്കിലും ചെയ്താലും ആ മക്കളെ രക്ഷപ്പെടും. കാരണം എന്താ അറിയോ? പിന്നെ ആ മക്കളെ നല്ല അധ്യാപകരും നല്ല ആളുകളും കൂടി വളർത്തും. അത് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നിന്റെ ഉമ്മയും ഉപ്പയും എന്തിനാ അത് ചെയ്തേ എന്ന് നാളെ മേലാക്ക ആ കുട്ടികൾ വലുതായിട്ട് തീരുമാനിച്ചാൽ പോലും അവർക്ക് കണ്ടെത്തുന്ന ഉത്തരം നിന്റെ ഉമ്മ ചാകണ്ടവളാന്ന് മാത്രമായിരിക്കും. 100% അങ്ങനെ ആയിരിക്കും. കാരണം എന്താ?
എന്റെ ഉമ്മാന്റെ ഉമ്മാനോട് എന്താ ചെയ്ത് അത്ര മാത്രമേ ആ മക്കള് ചിന്തിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചാകണിയും കൊല്ലിനൊക്കെ അവിടെ കാര്യം നിൽക്കുക. ഇതുവരെ ഓള് കൊല്ലാൻ നടക്കായിരുന്നു. ഏത് ഇന്ന അങ്ങനെ കൊല്ലും ഇങ്ങനെ കൊല്ലുന്ന്. ഇപ്പൊ ഒന്നിനും കഴിയില്ലാണ്ടപ്പോ ഓള് ചാകാൻ നടക്കുക. ഈ ഒരു വ്യക്തി കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മക്കളാണ് അനാഥരാവല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഉപ്പല്ല ഉമ്മാനെയും കൂടി ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഓരോരുത്തരുടെ ഇത്. അത് ഞാൻ ഇപ്പൊ തന്നെ മൈൻഡില് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. ആവുന്നത് ഞാൻ പറഞ്ഞു നോക്കി, വേറുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കി. എന്നിട്ട് വേറെ കാര്യങ്ങൾ എന്താ വെച്ചാൽ പണിക്കരത്ത് പോയിരുന്നു. കബഡിയൊക്കെ ഒന്ന് നിരത്താന് ഈ ബോധമൊക്കെ എന്നെനിക്ക് വന്നു. ഒന്നിന്റെ പിന്നാലെ നടന്ന് കാശ് പിരിക്കുന്ന ബോധമൊക്കെ എനിക്ക് എന്നേ വന്നു മകളെ. എനിക്കൊരു പിടുത്തമല്ല. ഞാൻ മഹർണ എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കിന്റെ അടുത്ത് വാങ്ങി എത്ര 2-2.5 ലക്ഷം റുപ്യ ആ ഷർഫലിന്റെ അടുത്ത് വാങ്ങി. ആ പൈസ തിരിച്ചു കൊടുത്തു. അവനെ കല്യാണം കഴിക്കാന്നും പറഞ്ഞിട്ട് അവനെ കൊണ്ട് മഹറിന്റെ പൈസ വാങ്ങിപ്പിച്ചല്ലേ. ഇതൊന്നും ഞാൻ പറഞ്ഞുണ്ടാക്കിയ കഥകളല്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ആ പൈസ നീ തിരിച്ചു കൊടുത്തോ? ഇല്ല. ആ കിളവന്റെ അടുത്ത് ചെയ്തത് നീ തിരിച്ചു കൊടുത്തോ? അന്നൊന്നുമില്ലാത്ത മാനസാന്തരവും ഒക്കെ പാടപ്പം ഇപ്പൊ വന്നിട്ട് ഞാൻ മരിക്കും, ഇന്നെങ്ങനെ ചെയ്താ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറയുന്ന ഇതാണ്. മനസ്സിലായോ? മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി അവരെ അപമാനിക്കുന്നതും അവരെ എന്താ പറയുന്ന സമൂഹത്തിന്റെ മുമ്പിൽ പച്ച തെറി വിളിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഇങ്ങോട്ട് ആർക്കും പറയാൻ പറ്റൂല, കാരണം എന്റെ അടുത്ത് ചാനലുണ്ടല്ലോ എന്നുള്ള ഒരു അഹംഭാവല്ലായിരുന്നു. ഇപ്പൊ ചാനല് രക്ഷിക്കണില്ലല്ലോ എന്നെ. ഇപ്പൊ ചാനല് പറയണത് എന്തെങ്കിലും കാട്ടെ, ഞാൻ ഇന്നതിൽ ഇടപെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ചാനലിൽ കിടക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് അടിച്ചുകൊണ്ട് ആർക്കും റെക്കമെൻഡ് യൂട്യൂബ് കൊടുക്കുന്നില്ല ഇവളുടെ ചാനലിന്. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ ഈ ചാനലിൽ നടക്കുന്നുണ്ട് ഇവളുടെ. അത് കാരണമാണ് ഇവളിപ്പോ ഈ കഥകളും കൊണ്ട് വന്നിക്കണേ, കണ്ണീരും കഥകളുമായിട്ടുള്ള ഈ വരവ്. അത് ഇനിയും ഒരുപാട് വരാണ്ട്. ആർക്കെങ്കിലും മാനസാന്തരം തോന്നിയിട്ട് ഇതൊന്നും അല്ല, അപ്പൊ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിമ നിർത്തിയത്. ആർക്കെങ്കിലും മാനസാന്തരം തുടങ്ങിയിട്ട് 5 എത്തി മക്കളല്ലേ അതുകൊണ്ട് അവളെ വഴിക്ക് വിട്ടുള്ളാന്ന് പറയുന്നവര് ഇന്റതും മക്കളാണ്, ഇന്റതും ഉമ്മയാണ്, ഇന്റതും വാപ്പയാണ്. അവരൊക്കെ അത്ര പച്ചത്തെറി പറഞ്ഞിട്ട് അവൾ ആ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലേ. അവൾ ഇപ്പോഴും പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ മരിക്കാന് ഒരിക്കലും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാത്തത് ആ കുട്ടികളുടെ വാപ്പ. ഇവരോടൊക്കെ ചെയ്തത് ആ കൈസിന്റെ വൈഫിനോട്, കൈസിന്റെ ഒക്കെ വൈഫിന് എത്രത്തോളം നിങ്ങൾക്കൊക്കെ ഒന്ന് വന്നു നോക്കണം ഈ അനുഭവം. മനസ്സിലായോ? നിങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ കയറെടുക്കും അല്ലെങ്കിൽ ബ്ലേഡ് എടുക്കും, അതേ നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുള്ളൂ. എന്നെ പോലെ കൈസിനെ പോലെ നേർക്ക് നേരി നിന്ന് പൊരുത്താൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാം അവളെ അടിക്കുക എന്നുള്ളത്. പെണ്ണിനെ തല്ലണ ആണല്ലോ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാ. പെണ്ണിനെ തല്ലണാണല്ല, അവളുടെ ഫേക്ക് മുഖം എന്തായിരുന്നോ അത് സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറിയിട്ട് ഇടുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഞാൻ ശരിക്കും ഇടുകയും ചെയ്തു. അത് അവൾക്ക് നന്നായി ഏൽക്കുകയും ചെയ്തു. അവളുടെ ഭർത്താവിന്റെ ഈ കബീറിന്റെ വീട്ടുകാരായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്നുള്ളതും അവരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. അതൊക്കെ തന്നെ പഠിക്കണേ. കാരണം എന്താ, ഇനിയും എന്നോട് കളിച്ച പലതും ജനങ്ങൾ അറിയുന്നുള്ള ഉറച്ച പേടി അവൾക്ക് നല്ല ഉണ്ട്. അതിലുപരി ഈ ചൈൽഡിന്റെ കേസും ഇവന്റെ കേസും കൈസിന്റെ കേസും ഡൽഹി കേസും അങ്ങനെ ഒരു 3-4 കേസ് ഒരുമിച്ച് വട്ടം ചുറ്റി കളിക്കുന്നുമുണ്ട്. പെണ്ണാണ് എനിക്ക് എന്തും നടക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അവളുടെ. അന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അയക്കൂല, അന്നെ ഞാൻ ഇവിടെ ഇട്ട് പൂട്ടും, എന്നിട്ട് കാണിച്ചു തരാം എന്റെ ചാനൽ. ഇവളെ നിങ്ങൾക്ക് അറിയോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിനോടൊപ്പം വെക്കാം. എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ബർത്ത്ഡേ എന്നൊരു മെസ്സേജ് കിട്ടു. എന്ത് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകട്ടെ പടച്ച റബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദ്വയൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഞാൻ അതിന് ആമീൻ പറയാനൊന്നും പോയില്ല. അതെന്താ ഇവളല്ലേ ദ്വയർക്കണേ, പിന്നെ എന്തിനാ അതിന് ആമീൻ പറയണു? അതുകൊണ്ട് ഞാൻ അതിന് ആമീൻ പറയാൻ പോയില്ല. അപ്പോ ഇവള് മാക്സിമം എന്നോട് അടുക്കാൻ നോക്കിയിരുന്നു ഓളിനോട്. പക്ഷെ ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടില്ല. നിന്ന് കൊടുത്താ എനിക്ക് ഉറപ്പാണ് ഞാൻ ചന്ദ്രനിലെത്തുന്നത്. അജാതി പോക്കായിരിക്കും റോക്കറ്റ്. അതുകൊണ്ട് ഷെരീഫിന് അതിന് കിട്ടിയില്ല. അതാണ് ഇവൾക്ക് ഏറ്റവും വലിയ ദേഷ്യം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ഞാൻ ഇവിടെ വെക്കാം അവള് പറഞ്ഞത് എന്താണെന്നുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ നുണയൊന്നും അല്ല പറയുന്നത്. അവള് ഇന്നോട് നല്ല രീതിയിൽ മെസ്സേജ് കുറെ അയച്ചിരിക്കണം അവളെ. പക്ഷെ അവളോട് ഞാൻ അടുക്കുന്നില്ല. മനസ്സിലായോ? അവൾക്ക് ഇന്ന ഒരു വിലയില്ല, അങ്ങനത്തോനാണ്, ഇങ്ങനത്തെ മണ്ണാർക്കാട് എനിക്ക് വിലയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തിനാ അവള് ഇന്നെ ഫോളോ ചെയ്തിരുന്നു? ഞാൻ ഫോളോ ബാക്ക് ഇതുവരെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോളോ ബാക്ക് ഇതുവരെ അടിച്ചിട്ടേ അല്ല. കാരണം എന്താ വെച്ചിട്ടാ അവൾ ഇന്നെ ഫോളോ ചെയ്തിരുന്നു, ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല, ചെയ്യാനും പോകുന്നില്ല. എന്നിട്ട് അവള് മാക്സിമം എന്നോട് ഒട്ടി ഉണഞ്ഞ് വന്നു നോക്കി. എല്ലാരും ഇവള് പരിചയപ്പെടുന്ന ആളുകളെ പോലെയാണ്
ഞാനും എന്ന് വിചാരിച്ചിട്ട് മാക്സിമം അവൾ ട്രൈ ചെയ്ത് നോക്കി. ഒന്നിനും കിട്ടണില്ല എന്ന് കണ്ടപ്പോഴാണ് അവൾ ഈ അംഗത്തിന് ഇറങ്ങിയത്. ഈ അംഗത്തിന് ഇറങ്ങിയപ്പോൾ അവൾക്ക് ശരിക്കും മനസ്സിലായി എന്താണ് ഇനി ഒരാണിന്റെ അടുത്ത് പോയാൽ ഉണ്ടാവുക എന്നുള്ളത്. അത് ഷെരീഫ് ശരിക്കാണ് പഠിപ്പിച്ചു കൊടുത്തുക്കണം. ഇങ്ങനക്ക് ബാക്കിയുള്ളതല്ലേ വഴിയേ വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് സഹതാപം തോന്നുന്നവര് പറയാ, ഇവിടെ ജീവിക്കാൻ അവകാശമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊന്നും ഇപ്പോ ഇല്ല. കാരണം എന്താ അറിയോ, ഇവളങ്ങോട്ട് ഒതുക്കിയതാ. ഇവളെ വിചാരിച്ച എല്ലാരും ഇതുപോലെ ഒതുങ്ങുന്നതാണ്. അതിന് ഇജ്ജ് വേറെ ആളെ നോക്കണം. ഇനി വരുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ് കാണാൻ നമുക്ക്. അപ്പൊ എന്നാ ഞാൻ പോട്ടെ. പെങ്ങളെമ്പടും മുറ്റത്ത് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് സാജിതക്കായ്,